गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम युञ्जन्नेवं सदात्मानं योगी विगतकल्मषः सुखेन ब्रह्म संस्पर्शम् അത്യന്തം സുഖമശ്നുതേ. സുഖേന സുഖമശ്നുതേ അതാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം. സാമാന്യ വ്യക്തിക്ക് ഏറ്റവും വലിയ ആകർഷണം അതാണ്. സുഖേന സുഖമശ്നുതേ. നേരത്തെ നമ്മൾ ചിന്തിച്ചു അത്. ഇവിടെ രണ്ട് തൊട്ട് മുൻ ശ്ലോകത്തിൽ ഏനം യോഗിനം അകൽമഷം ബ്രഹ്മഭൂതം ശാന്തരജസം ഉത്തമം സുഖം ഉപൈതി എന്ന് പറഞ്ഞു. ആ യോഗിയെ ഉത്തമ സുഖം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ഉത്തമ സുഖത്തെ പ്രാപിക്കുന്നു എന്നല്ല, ഉത്തമ സുഖം യോഗിയെ പ്രാപിക്കുകയാണ്. ഇവിടെ സാമാന്യ സമൂഹം മുഴുവൻ വളരെ ദുഃഖം സഹിച്ച് ക്ലേശം സഹിച്ച് സുഖത്തിനായിക്കൊണ്ട് അന്വേഷിക്കുന്നു, സുഖത്തിന് പാടുപെടുന്നു. യോഗിയാവട്ടെ സുഖമായി സുഖം നേടുന്നു. ഇതാണ് വ്യത്യാസം. നേരത്തെ പറഞ്ഞത് യോഗിയെ സുഖം പ്രാപിക്കുന്നു, ഇത് യോഗി സുഖത്തെ നേടുന്നു. അശ്നുതേ, നേടുന്നു. എങ്ങനെ? സുഖായിട്ട്. ഇതിൽ പരം ഒരു സാമാന്യ വ്യക്തിക്ക് എന്താണ് ആകർഷണം വേണ്ടത്? ഇതിൽ പരം എന്ത് ഒരു ഗ്യാരണ്ടിയാ വേണ്ട? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ എന്തിന് സാധനാ മാർഗത്തിലേക്ക് മടിച്ചു നിൽക്കണം? അല്ലേ? ആലോചിച്ച് നോക്കൂ. യുഞ്ജൻ ഏവം യഥോക്തേന ക്രമേണ യോഗി യോഗാന്തരായ വർജിതഃ സദാ ആത്മാനം വിഗതകൽമഷഃ വിഗതപാപഃ സുഖേന അനായാസേന ബ്രഹ്മസംസ്പർശം ബ്രഹ്മണഃ പരേണ സംസ്പർശഃ യസ്യ തദ് ബ്രഹ്മസംസ്പർശം സുഖം അത്യന്തം അന്തം അതീത്യ വർത്തത്തെ ഇതി അത്യന്തം ഉത്കൃഷ്ടം നിരതിശയം അശ്നുതേ വ്യാപ്നോതി. യുഞ്ജൻ ഏവം യഥോക്തേന ക്രമേണ യോഗി യോഗാന്തരായ വർജിതഃ സദാ ആത്മാനം വിഗതകൽമഷഃ വിഗതപാപഃ സുഖേന അനായാസേന ബ്രഹ്മസംസ്പർശം ബ്രഹ്മണ പരേണ സംസ്പർശഃ യസ്യ തത് ബ്രഹ്മസംസ്പർശം സുഖം അത്യന്തം അന്തം അതീത്യ വർത്തത്തെ ഇതി അത്യന്തം ഉത്കൃഷ്ടം നിരതിശയം അശ്നുതേ വ്യാപ്നോതി. അപ്പൊ ഈ പറഞ്ഞ ക്രമത്തിൽ പ്രകാരത്തിൽ സാധനാനിഷ്ഠനാകുന്ന യോഗി. അവിടെ യോഗി എന്നുള്ളതിന് ഭാഷ്യകാരൻ പറയുന്ന അർത്ഥം യോഗാന്തരായ വർജിത എന്നാണ്. ഓരോരോ സന്ദർഭത്തിലും വ്യത്യസ്ത അർത്ഥങ്ങളാണ് പറയുന്നത്. ഒന്നും വിരുദ്ധമല്ല, ഭിന്നമല്ല, എല്ലാം പരസ്പര പൂരകമാണ്. അപ്പൊ യോഗാന്തരായ വർജിത, യോഗാന്തരായങ്ങൾ ഒഴിഞ്ഞവൻ. യോഗാന്തരായങ്ങൾ എന്ന് പറഞ്ഞാൽ നിദ്ര, ആലസ്യം, പ്രമാദം തുടങ്ങി വ്യാധി, ധ്യാന, സംശയ ഇത്യാദി പലതും ഉണ്ട്. നിരന്തരമായ വ്യാധികൾ വന്ന് സാധനാനുഷ്ഠാനം മുന്നോട്ട് പോകാതിരിക്കുക, മറ്റ് മനസ്സിൻ്റെ പ്രയാസങ്ങൾ വരിക, നിദ്ര, ഉറക്കം വരിക,
ആലസ്യം വരിക, പ്രമാദം വരിക, ഗുരുപദേശത്തിലും ശാസ്ത്രത്തിലും മറ്റും താല്പര്യമില്ലാതെ വരിക, ഇതൊക്കെ വരാം. ഇതൊക്കെ വിഘ്നങ്ങളാണ്. അങ്ങനെയുള്ള വിഘ്നങ്ങളെ മുഴുവൻ ജയിച്ചവൻ, ഒരു അന്തരായവുമില്ലാത്തവൻ, അങ്ങനെയുള്ള യോഗി എപ്പോഴും ആത്മാ വിഷയത്തിൽ യോജിപ്പിക്കുന്നവൻ, വിഗത കൽമഷ വിഗത പാപ, സകല പാപവാസനകളെയും ജയിച്ചവൻ. ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞ വിഷയങ്ങളാണ്. അങ്ങനെയുള്ള ആൾ സുഖേന അനായാസേന, സുഖമായിട്ട് അനായാസമായിട്ട്, അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം ജനങ്ങളൊക്കെ തന്നെ വളരെ ദുഃഖം സഹിച്ച് സുഖം തേടുകയാണ്. അതൊരു വൈരുദ്ധ്യം എന്ന് ആലോചിച്ച് നോക്കൂ. സുഖമായിട്ട് ഇരുന്നാൽ പോരൊരിടത്ത്, അല്ലെങ്കിൽ സുഖമായിട്ട് സുഖം തേടുന്നു എന്ന് പറഞ്ഞാൽ തിരക്കേടില്ല. ദുഃഖമായിട്ട് സുഖം തേടുന്നതിൽ ഇപ്പം എന്താ ഒരു ഗുണമുള്ളത്? മനസ്സിലാവണില്ല. എന്താ അഭിപ്രായം? അതെ അതെ അതെ, പിന്നെ ശരി, അത് നല്ലോണം ചിന്തിക്കുക എന്തായാലും. അപ്പൊ സുഖേന സുഖം അശ്നുതേ, സുഖമായിട്ട് സുഖം നേടുന്നു. വഴിയും സുഖം, ലക്ഷ്യവും സുഖം, എല്ലാം സുഖം. ബ്രഹ്മസംസ്പർശം, ബ്രഹ്മണാ സംസ്പർശം, പരമമായ സത്യവുമായുള്ള ഏകീഭാവം, ആ സംസ്പർശം, ചേർച്ച, സമ്യക്കായ സ്പർശം. സമ്യക്കായ സ്പർശം ഒന്നാവലാണ്. ആ സുഖം എങ്ങനെയുള്ള സുഖം? അത്യന്തം, അന്തമതീത്യവർത്തതെ, അന്തമില്ലാത്തത്. അന്തം ദേശം കാലം വസ്തു മൂന്നിനാലും അന്തം വരാം. അതെ, ഒരാളിപ്പോ ഇവിടെ ഇരുന്ന് അയാൾക്ക് ഒരു പ്രവേശം കിട്ടുക, പതുക്കെ ഈ വേദാന്ത ശ്രവണത്തിലേക്ക് പ്രവേശം കിട്ടുകയാണ്. പ്രവേശം അങ്ങനെ കിട്ടുമ്പോൾ ഒരു രസമൊക്കെ അങ്ങനെ വന്ന് കേൾക്കാൻ തുടങ്ങുക. അപ്പോഴത്തേക്കാണ് വാതിലെടുത്ത് മറ്റേ ആൾ കണ്ണുകൊണ്ട് വിളിക്കണം, വാ വാ പോകാനായി. എന്താണ്? പോയിട്ടില്ല വീട്ടിൽ ചെന്നാൽ സംഘടന ഉണ്ടാവും. സംഘടനം ത്യാഗരാജൻ. അതെ അതെ അതെ, ഇപ്പൊ അതൊക്കെ പോയി. പുതിയ സംഘടന എന്താ, മാഫിയ ശശിയൊക്കെയാണ്. ത്യാഗരാജനൊക്കെ പോയി. മനസ്സിലാക്കാം, പ്രശ്നമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ശ്രവണ സുഖം പോയില്ലേ, അപ്പം അതാണ് ദേശം കാലം വസ്തുപരിമിതി, ഈ പരിമിതികളില്ലാത്ത അത്യന്തമായ ഉത്കൃഷ്ടം, നിരതിശയം, അതിശയമില്ലാത്ത നിരതിശയമായ സുഖത്തെ അയാൾ നേടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സുഖേന സുഖമശ്നുതേ എന്നുള്ളത് വലിയൊരു ഒരു ഗ്യാരണ്ടി കാർഡാണ്. ഇതാനും യോഗസ്യ ഫലം ബ്രഹ്മൈകത്വ ദർശനം സർവസംസാര വിച്ഛേദ കാരണം തത് പ്രദർശ്യതേ. ഇതാനും യോഗസ്യ യത് ഫലം ബ്രഹ്മൈകത്വ ദർശനം സർവസംസാര വിച്ഛേദ കാരണം തത് പ്രദർശ്യതേ. ഇനിയിപ്പോ യോഗത്തിൻ്റെ പരമമായ ഫലം എന്താണ്? യോഗത്തിൻ്റെ ഫലം, ലക്ഷ്യം, പരമാവധി, അത് സർവസംസാര വിച്ഛേദമാണ്. സർവസംസാര വിച്ഛേദ കാരണമായ ബ്രഹ്മൈകത്വ ദർശനം. ഏകമാണ്, അദ്വിതീയമാണ്, പരമമായ സത്യം, അതാണ് തൻ്റെ സ്വരൂപം എന്നുള്ള ദർശനം, ബ്രഹ്മാത്മൈകത്വ ദർശനം. ആ ഒരു പരമമായ സർവസംസാര നാശകാരണമായ ആത്മവിജ്ഞാനമാണ് യോഗത്തിൻ്റെ ഫലം. ഇതെടുത്ത് കാണിക്കുന്നു. നേരത്തെ യോഗ നിർവചനം നമ്മൾ പഠിച്ചു. എത്രോ പരമതേ ചിത്തം ഇത്യാദി 3.5 ശ്ലോകത്തിൽ. അവിടെ ആ പരമമായ ആനന്ദത്തിൻ്റെ ചില സൂചനകളെ വാക്കുകൊണ്ട് പറയാൻ പറ്റും. അതിൻ്റെ പരമാവധി പറഞ്ഞു. അതാണ് യോഗം, അല്ലാതെ അതിൽ കുറഞ്ഞ ഒന്നുമല്ല. അതെടുത്ത് കാണിക്കുന്നു. നോക്കൂ, എന്താണ് യോഗത്തിൻ്റെ പരമാവധി?
സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷത്തെ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷത്തെ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. വേദാന്തത്തിൻ്റെ പരമാവധി അതുതന്നെയാണ് യോഗത്തിൻ്റെ പരമാവധി. ഇവിടെ യോഗവും വേദാന്തവും ഒക്കെ ഒന്നായി. യോഗം സാധനയാണ്, യോഗം അനുഷ്ഠാനമാണ്. അത് കൃതാർത്ഥതയിലാണ് എത്തിച്ചേരുന്നത്. മനുഷ്യൻ കൃതാർത്ഥനാകുന്നത് വരെ അന്വേഷിക്കുക തന്നെ ചെയ്യും. കൃതാർത്ഥതയിൽ എല്ലാ അന്വേഷണങ്ങളും കൊഴിഞ്ഞു. അവിടെ പരിപൂർണ തൃപ്തിയായി. ആ പരിപൂർണ തൃപ്തി പൂർണാത്മബോധത്തിലാണ്. പൂർണാത്മബോധത്തിലാണ്. ശ്രദ്ധിക്കുക. തന്നിൽ പരിമിതികളുണ്ട് എന്ന് ചിന്തയുള്ള കാലത്തോളം നമുക്ക് മരണമുണ്ട്, ദുഃഖമുണ്ട്. തനിക്ക് പരിമിതികളില്ല, അപരിമിതമായ ഉണ്മയാണ് താൻ എന്നുള്ള ബോധത്തിൽ ദേശകാലാതീതനായി. ഇത് മാത്രമേ മരണത്തെ അതിക്രമിക്കാനുള്ള മാർഗമുള്ളൂ. വേറെ മാർഗമില്ല. ആ ദർശനമാണ് പറയുന്നത് സർവഭൂതസ്ഥമാത്മാനം. സർവഭൂതങ്ങളിലും ഉണ്മയായി നിലകൊള്ളുന്ന തന്നെ. ഈക്ഷതേ കാണുന്നു. സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ, സർവഭൂതങ്ങളെയും തന്നിലും കാണുന്നു. അപ്പൊ തന്നിൽ തന്നെ എങ്ങനെ തന്നെ സർവഭൂതങ്ങളിലും കുടികൊള്ളുന്നതായി കാണുന്നു, സർവഭൂതങ്ങളെയും തന്നിൽ കുടികൊള്ളുന്നതായി കാണുന്നു. ശ്രദ്ധിക്കണം, ഇത് യോഗയുക്താത്മാവിൻ്റെ ദർശനമാണ്. അവിടെ ക്രമികമായി സാധന മാർഗത്തെ നേരത്തെ നമ്മൾ വിസ്തൃതമായി പഠിച്ചു. അങ്ങനെയുള്ള സാധന മാർഗത്തിലൂടെ കടന്നു വന്ന വിചാരത്തിലൂടെ ഈ ഒരു തത്വവിജ്ഞാനത്തിലേക്ക് ഉയർന്നതാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഒരു നിരന്തരം അഥവാ അതിസൂക്ഷ്മം, നിരന്തരം അഥവാ അതിസൂക്ഷ്മം അങ്ങനെയുള്ള അന്വേഷണത്തിൻ്റെ പരിസമാപ്തിയിലുള്ള ഒരു വിഷയം, അത് ആ അന്വേഷണത്തിലൂടെ അല്ലാതെ, നിരന്തരമായ അന്വേഷണത്തിലൂടെ അല്ലാതെ നമ്മൾ ബുദ്ധിതലത്തിൽ അവിടുന്ന് ഇവിടുന്ന് കേട്ട് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ ഭ്രമത്തിന് വരെ കാരണമാകും. ഇത് ഭ്രമദർശനത്തിന് കാരണമാകും. അതുകൊണ്ട് പ്രമാണത്തിനനുസൃതമായ ജ്ഞാനമാണെന്നുള്ളത് നാം മനസ്സിലാക്കണം, അല്ലെങ്കിൽ പ്രശ്നം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും ഇതാണ് വേദാന്തത്തിൻ്റെ, ഇതാണ് യോഗത്തിൻ്റെ, ഇതാണ് സകല ശാസ്ത്രങ്ങളുടെയും പരമാവധി. വേദാന്തത്തിൻ്റെ അവസാന വാക്ക് ഉപനിഷത്ത് സ്പഷ്ടമായി പറയുന്നുണ്ട്. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ തത്ര കോ മോഹ കശോക ഏകത്വം അനുപശ്യതഃ എന്ന്.
യാതൊരാളിൽ സകല ഭൂതങ്ങളും താൻ തന്നെയായി ഭവിച്ചിരിക്കുന്നുവോ അവിടെ എന്ത് ശോകം, എന്ത് മോഹം? ആ ആത്മാനുഭവത്തിന് കാരണമായ ദർശനത്തെ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, തൊട്ട് മുൻമന്ത്രത്തിൽ. യാതൊരാൾ സർവഭൂതങ്ങളിലും ആത്മാവിനെയും ആത്മാവിനെ സർവഭൂതങ്ങളിലും കാണുന്നുവോ എന്ന്. ഇതാണ് ദർശനം. അതുതന്നെയാണ് ഭക്തി സാധനയുടെ പരമാവധിയായിട്ട് ഭക്തിശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. സർവഭൂതേഷു യപശ്യേത് ഭഗവത് ഭാവമാത്മന ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമ. സർവഭൂതങ്ങളിലും തൻ്റെ ഭഗവത് ഭാവത്തെയും തന്നിൽ, ഏത് തന്നിൽ? ഭഗവാനാകുന്ന തന്നിൽ സർവഭൂതങ്ങളെയും ആര് കാണുന്നുവോ അവനാണ് ഭാഗവതോത്തമൻ. അത് തന്നെയാണ് ഈ ദർശനം. സർവഭൂതസ്ഥമാത്മാനം ഈക്ഷതേ, തന്നെ സർവഭൂതസ്ഥമായിട്ട് കാണുന്നു. എന്തെന്ത് ചരാചര പ്രപഞ്ചമുണ്ടോ ഉള്ളതെല്ലാം ഞാനാകുന്ന ഉണ്മയാണ്. അതുപോലെ തന്നിൽ സർവഭൂതങ്ങളെയും കാണുന്നു. എല്ലാത്തിനും ആശ്രയമായി നിലകൊള്ളുന്ന ഉണ്മ ഞാനാണ് എന്ന് യോഗയുക്താത്മാവ് കാണുന്നു. യോഗത്തോട് ചേർന്നവൻ കാണുന്നു. ആരാവൻ? സർവത്ര സമദർശന. സർവത്ര, എല്ലാത്തിലും, എല്ലാത്തിലും സമദർശനനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സർവത്ര എന്ന് സപ്തമി വിഭക്തി പ്രതിപാദിച്ചത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാണ്ട് സർവത്തിനെയും സമമായി കാണുന്നവനല്ല. സർവത്തിനെയും സമമായി കാണുന്നു എന്ന് പറഞ്ഞാൽ വേഗം ഒന്നുകിൽ കണ്ണാശുപത്രിയിലേക്കോ അല്ലെങ്കിൽ മാനസികാശുപത്രിയിലേക്കോ കൊണ്ടുപോകണം. ഞാൻ എല്ലാത്തിനെയും ഒന്നായിട്ടാണ് കാണുന്നത്. ആനേനെയും പശുവിനെയും പട്ടീനെയും എല്ലാത്തിനെയും ഒന്നായി കാണുന്നു. മുമ്പിലിരിക്കുന്ന എല്ലാവരെയും ഒന്നായിട്ട് കാണുന്നു. എന്താ അർത്ഥം? ഒന്നുകിൽ കണ്ണിന് അല്ലെങ്കിൽ മനസ്സിന് പ്രശ്നം വന്നിട്ടുണ്ട്. പലപ്പോഴും ഈ ആധ്യാത്മിക പ്രഭാഷകന്മാരുണ്ടാക്കുന്ന പൊല്ലാപ്പ് കുറച്ചൊന്നുമല്ല. അയ്യോ, വിജ്ഞാനി എല്ലാവരെയും ഒരുപോലെയാ കാണുക. വിജ്ഞാനി എല്ലാവരെയും ഒരുപോലെ കാണുന്നു പറഞ്ഞാൽ പ്രശ്നമാണ്. വിജ്ഞാനഫലം നേത്രരോഗമാണ്. അതുകൊണ്ടാണ് സപ്തമി പ്രയോഗിച്ചുള്ളത്. എല്ലാത്തിലും സമമായി ഇതിനെ കാണുന്നു. പലപ്പോഴും ഗീതാ വ്യാഖ്യാതാക്കളടക്കം വിഭക്തി തെറ്റിച്ച് അർത്ഥം പറയാറുണ്ട്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിന് ശുനി ചൈവശ്വപാകേച്ച് പണ്ഡിത. അവിടെ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ, വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിൽ എന്ന് സപ്തമിയാണ്. ഗവി പശുവിൽ സപ്തമിയാണ്. ഹസ്തിനി ആനയിൽ സപ്തമിയാണ്. ശുനി പട്ടിയിൽ. ശ്വപാകെ പട്ടിയെ പാകം ചെയ്യുന്നവനിൽ. സപ്തമി പറഞ്ഞിട്ടാണ് പറയണത് വിജ്ഞാനി പണ്ഡിതൻ എല്ലാവരിലും സമദർശനം ചെയ്യുന്നവനാണ്, അല്ലാണ്ട് എല്ലാവരെയും സമമായി കാണുന്നവനല്ല. ഇത്രയ്ക്ക് അനധികാരികൾ പറഞ്ഞ് നമ്മുടെ ഒരു ഗ്രാമ്യമായ മലയാളം ഉപയോഗിച്ച കോളാക്കിയ വിഷയം വേറൊന്നില്ല. അധ്യാത്മജ്ഞാനം പോലെ. എന്താ ചെയ്യാ? അതുകൊണ്ട് സർവത്ര സമദർശനം. സർവഭൂതസ്ഥം സർവേഷു ഭൂതേഷു സ്ഥിതം സ്വം ആത്മാനം സർവഭൂതാനി ച ആത്മനി ബ്രഹ്മാദീനി സ്തംഭപര്യന്താനി ച സർവഭൂതാനി
ആത്മനി ഏകതാം ഗതാനി ഈക്ഷത്തെ പശ്യതി യോഗയുക്താത്മാ സമാഹിത അന്തഃകരണഃ സർവത്ര സമദർശനഃ സർവേഷു ബ്രഹ്മാദിസ്ഥാവരാന്തേഷു വിഷമേഷു സർവഭൂതേഷു സമം നിർവിശേഷം ബ്രഹ്മാത്മൈകത്വവിഷയം ദർശനം ജ്ഞാനം യസ്യ സഹ സർവത്ര സമദർശനഃ. ലളിതമാണ്, പറഞ്ഞത് തന്നെ, മറ്റൊന്നും മാറ്റമില്ല. സർവഭൂതസ്ഥം സർവേഷു ഭൂതേഷു സ്ഥിതം. സർവഭൂതങ്ങളിലും നിലകൊള്ളുന്ന സ്വം തന്നെ. പ്രത്യേകം ശ്രദ്ധിക്കുക, സർവഭൂതങ്ങളിലും നിലകൊള്ളുന്ന ശ്രീകൃഷ്ണനെ എന്നല്ല പറഞ്ഞത്, സ്വം ആത്മാനം തന്നെ. ഞാൻ എല്ലാത്തിലും ഭഗവാൻ പരമശിവനെ കാണുകയാണ്, അല്ലെങ്കിൽ എല്ലാത്തിലും ശ്രീകൃഷ്ണനെ കാണുകയാണ്. ഇനി കുറച്ചും കൂടി ശ്രീകൃഷ്ണന് ഗ്രേഡ് കൂട്ടിയിട്ട് മലയാളികൾ ഗുരുവായൂരപ്പനെ കാണുക എന്നൊക്കെ പറയും. എന്നിട്ട് ഗുരുവായൂർ പോവുകയും ചെയ്യും, അല്ലേ? എല്ലാ ഭൂതങ്ങളിലും ഗുരുവായൂരപ്പനെ കാണുന്നു പറഞ്ഞാൽ പിന്നെ ഗുരുവായൂർ പോകണം. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ ഇത്, ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. നമ്മൾ പറഞ്ഞു നിങ്ങൾ രണ്ടിലൊന്നും തീരുമാനിക്കുമോ? ഏതാണ്? സ്വം ആത്മാനം തന്നെ സർവഭൂതങ്ങളിലും തന്നെ ദർശിക്കുന്നു. സർവഭൂതാനി ചാത്മനി, സർവഭൂതങ്ങളെയും തന്നിലും ദർശിക്കുന്നു. ബ്രഹ്മാദീനി സ്തംഭപര്യന്താനി, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള, പുൽക്കൊടി ഒരു പരിധി പറഞ്ഞു എന്നേ ഉള്ളൂ, അത് താഴോട്ടെടുത്തോളൂ, വിരോധമില്ല. സർവഭൂതാനി ആത്മനി ഏകതാം ഗതാനി, സർവഭൂതങ്ങളും താൻ തന്നെ, സർവഭൂതങ്ങളിലും താൻ തന്നെ. അവിടെ ഭേദദൃഷ്ടി അസ്തമിച്ചു. ഇത് പ്രസംഗിക്കാനുള്ള വിഷയമല്ല, ഇത് ഭാവന ചെയ്യാനുള്ള വിഷയമല്ല. ശ്രദ്ധിക്കുക. പശ്യതി യോഗയുക്താത്മാ സമാഹിത അന്തഃകരണഃ സർവത്ര സമദർശന സർവേഷു ബ്രഹ്മാദി സ്ഥാവരാന്തേഷു, ബ്രഹ്മാവ് മുതൽ സ്ഥാവരം, സ്ഥാവരം വൃക്ഷം പുല്ല് തുടങ്ങി ഇളകാത്ത വസ്തുക്കളാണ്, അതുവരെയുള്ള സകലത്തിലും വിഷമേഷു, വിഷമങ്ങളിൽ, ഒന്ന് സമല്ല, ഒക്കെ വെവ്വേറെയാ. വിഷമെന്ന് പറഞ്ഞാൽ വെവ്വേറെ, സമമല്ലാത്തത്, വിഷമമായിട്ട് സമമല്ലാത്തത്. അപ്പൊ സമമല്ലാത്തതിൽ സമം കാണുന്നു, സമമല്ലാത്തവയിൽ സമം കാണുന്നു. എല്ലാ സ്വർണ്ണാഭരണങ്ങളിലും വസ്തു സ്വർണം തന്നെ. എല്ലാ സ്വർണ്ണാഭരണങ്ങളിലും വസ്തു സ്വർണം തന്നെ എന്ന് പറഞ്ഞതുകൊണ്ട്, അത് അറിഞ്ഞത് കൊണ്ട് അവൻ ആഭരണം കാണാൻ കഴിയുന്നില്ലെന്നർത്ഥമുണ്ടോ? അവനെടുത്തിട്ട് വള കഴുത്തിലിടാൻ നോക്കുക? ഇല്ല. മാല വിരലിലിടാൻ നോക്കില്ല. അവനറിയാം മോതിരം വിരലിലിടേണ്ടതാണ്, വള കയ്യിലിടേണ്ടതാണ് എന്നറിയാവന്, മാല കഴുത്തിലിടേണ്ടതാണെന്നറിയാം. വ്യവഹാരത്തിൽ മറ്റാരെക്കാളും വ്യവഹാരം അവനറിയാം. തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ മന്ദൻ എന്നല്ല അർത്ഥം, അത് മനസ്സിലാക്കുക. ചിന്തിക്കുക. നിർവിശേഷമായിരിക്കുന്ന ബ്രഹ്മാത്മൈകത്വ ദർശനം അവൻ നേടിയിരിക്കുന്നു. അതാണ് യോഗയുക്താത്മാവ്. സമം സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം എന്ന് വേറെ. സർവത്ര സമം കാണുന്നവൻ. എന്തുകൊണ്ട്? നിർദോഷം ഹി സമം ബ്രഹ്മ, ബ്രഹ്മം സമമാണ്. അങ്ങനെ കണ്ടവനല്ല സാമം, അത് ശബ്ദത്തിൻ്റെ സമതയാണ്. അത് നമുക്കതിനെപ്പറ്റി കൂടുതൽ ശബ്ദശാസ്ത്രം അറിയുന്നവർക്ക് കൂടുതൽ പറയാൻ പറ്റും. സംഗീത ഏതസ്യ ആത്മൈകത്വ ദർശനസ്യ ഫലം ഏകസ്യ
ഏതസ്യ ആത്മൈകത്വ ദർശനസ്യ ഫലമുച്യതേ. എന്താണ് ഈ ആത്മൈകത്വ ദർശനത്തിന്റെ ഫലം? മുക്തിയാണ്, വേറൊന്നുമല്ല. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. യഹ മാം സർവത്ര പശ്യതി. യാതൊരാൾ തന്നെ എല്ലായിടത്തും കാണുന്നു, എന്നെ എല്ലായിടത്തും കാണുന്നു, എല്ലാത്തിലും കാണുന്നു. സർവം ച മയി പശ്യതി, എല്ലാത്തിനെയും എന്നിലും കാണുന്നു. ഇവിടെ ഭഗവാൻ ഞാൻ എന്ന് പറയുമ്പോൾ ഇവിടെ പരമാത്മാ എന്നുള്ള അർത്ഥം എടുക്കണം. ഓരോരോ സന്ദർഭത്തിനനുസരിച്ച് ഞാൻ എന്നുള്ളതിന് അർത്ഥഭേദമുണ്ട്. ചില സ്ഥലത്ത് ഞാൻ എന്നുള്ളത് പാർത്ഥസാരഥിയായ സഖാവ് കൃഷ്ണനാണ്. ചില സ്ഥലത്ത് ദേവതയാണ്. ചില സ്ഥലത്ത് ഗീതയിൽ ഞാനെന്ന് പറയുന്നത് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ്. ചില സ്ഥലത്ത് ഞാനെന്ന് ഗീതയിൽ പറയുന്നത് പരമാത്മാ ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ആ അർത്ഥമേ യോജിക്കൂ. അപ്പോൾ സർവത്തിലും പരമാത്മാവായ എന്നെ കാണുന്നുവോ, സർവത്തിനെയും പരമാത്മാവായ എന്നിൽ കാണുന്നുവോ, തസ്യാഹം ന പ്രണശ്യാമി, അവനെ ഞാൻ ഒരിക്കലും ഒഴിവാക്കുന്നില്ല. സച മേ ന പ്രണശ്യതി, അവൻ എന്നെയും ഒരിക്കലും ഒഴിവാക്കുന്നില്ല. ഈ ഒഴിവാക്കുന്നില്ല, പ്രണശ്യാമി, പ്രണശ്യതി എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് വളരെ പ്രസിദ്ധമായ ശാന്തി മന്ത്രമാണ്. മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത്. ഞാൻ ഒരിക്കലും ബ്രഹ്മത്തെ നിരാകരിക്കരുത്, ബ്രഹ്മം എന്നെ നിരാകരിക്കരുത്. കാരണം വാക്കുകൊണ്ട് പറയാൻ കഴിയുന്ന പരിധിക്ക് അപ്പുറത്തുള്ള വിഷയങ്ങളെ വാക്കുകൊണ്ട് സൂചിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന വാക്കിൻ്റെ പരിമിതിയാണിതൊക്കെ. പരിമിതമായ വാക്കുകളാണ്. അല്ലാണ്ട് ആരാരെ ഒഴിവാക്കാൻ, രണ്ടും ഒന്നായി കഴിഞ്ഞാൽ ഒഴിവാക്കലുണ്ടോ? ഇല്ല. നോക്കൂ, യഹ മാം പശ്യതി വാസുദേവം സർവസ്യ ആത്മാനം സർവത്ര സർവേഷു ഭൂതേഷു സർവം ച ബ്രഹ്മാദിഭൂതജാതം മയി സർവാത്മനി പശ്യതി തസ്യ ഏവം ആത്മൈകത്വദർശിനഃ അഹം ഈശ്വരഃ ന പ്രണശ്യാമി ന പരോക്ഷതാം ഗമിഷ്യാമി സച മേ ന പ്രണശ്യതി സച വിദ്വാൻ മമ വാസുദേവസ്യ ന പ്രണശ്യതി ന പരോക്ഷീ ഭവതി തസ്യ ച മമ ച ഏകാത്മകത്വാത് സ്വാത്മാ ഹി നാമ ആത്മനഃ പ്രിയ ഏവ ഭവതി യസ്മാച്ച അഹമേവ സർവാത്മൈകത്വദർശി. അപ്പോൾ യാതൊരാൾ എന്നെ കാണുന്നുവോ, വാസുദേവനെ, പരമാത്മാവിനെ, പരമേശ്വരനെ, സർവ ദിക്കിലും പ്രകാശിക്കുന്ന, സർവ ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്ന, അഥവാ സർവത്തെയും വസിപ്പിക്കുന്നവനും പ്രകാശിപ്പിക്കുന്നവനും, സർവത്തിലും നിവസിക്കുന്നവനും പ്രകാശിപ്പിക്കുന്നവനും, ഇങ്ങനെ അനേക അർത്ഥങ്ങൾ വാസുദേവ ശബ്ദത്തിനുണ്ട്. അങ്ങനെയുള്ള പരമാത്മാവിനെ സർവേഷു ഭൂതേഷു, സർവഭൂതങ്ങളിലും ഒരുപോലെ കാണുന്നു. പോരാ, സർവം ച ബ്രഹ്മാദിഭൂതജാതം, ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് കീഴ്പ്പെട്ടുള്ള സകല ഭൂതങ്ങളെയും
മയി സർവാത്മനി, പരമാത്മാവായ എന്നിലും കാണുന്നു. ഏവം ആത്മൈകത്വദർശിന, അങ്ങനെയുള്ള ആത്മൈകത്വദർശിക്ക് ഞാൻ ഈശ്വരൻ ഒരിക്കലും പരോക്ഷമാവില്ല. ഒരിക്കലും അവന് ഞാൻ അദൃശ്യനാവില്ല. അതാണ് ശരിയായ വാക്ക്. നഷ്ടപ്പെടില്ല. കാരണം നശി അദർശനേ എന്നാ ധാതു. നശുധാതുവിന് അദർശനം, കണ്ടതിനെ കാണാണ്ടാവുന്നതിനാണ് നശിക്കുക എന്ന് പറയുക. നശിച്ചു എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരുന്നതിനെ കാണാണ്ടായി, അത് നശിച്ചു പോയി പറയും. അപ്പം അവന് ഞാൻ ഒരിക്കലും നശിച്ചു പോകില്ല, ഞാൻ അവനും ഒരിക്കലും നശിച്ചു പോകില്ല. ഞാൻ ഒരിക്കലും അവന് പരോക്ഷാവില്ല, അവൻ ഒരിക്കലും എനിക്ക് പരോക്ഷാവില്ല. എന്തുകൊണ്ട്? തസ്യ മമച്ച ഏകാത്മകത്വം. അത് അവൻ്റെയും എൻ്റെയും ഏകാത്മകത്വം കൊണ്ട് നമ്മൾ ഒന്നാണ്. സ്വാത്മാഹി നാമ ആത്മനഃ പ്രിയേവ ഭവതി. തനിക്ക് പ്രിയം താൻ തന്നെയാണ്. നമുക്ക് ഏറ്റവും പ്രിയമാരോടാ? നമ്മളോട് തന്നെയാണ്. ആ നമ്മൾ തന്നെയാണ് ഭഗവാൻ പരമാത്മാ. പിന്നെന്താ? ആ ഏകീഭവനമാണ്. അവിടെ ഒരിക്കലും അപ്രത്യക്ഷമാവുന്നില്ല. താൻ എപ്പോഴും തന്നിൽ വസിക്കുന്നു. ഈ നിരന്തര ആത്മാനന്ദാനുഭൂതിയാണ് യോഗിയുടെ പരാകാഷ്ഠ. ശ്രദ്ധിക്കുക, ഇത് കേവലം അനുഭവൈക വിഷയവുമാണ്. അങ്ങനെയുള്ള ആള് എങ്ങനെ വർത്തിച്ചാലും പരമാത്മ സ്വരൂപത്തിലാണ്. അയാൾ ബ്രഹ്മചാരിയായിരുന്നാലും ഗൃഹസ്ഥനായിരുന്നാലും വാനപ്രസ്ഥനായാലും സന്യാസിയായാലും. ഇനി ലോകത്തിൽ വിദ്വാനെ പോലെ ആയാലും, ലോകത്തിൽ അവധൂതനെ പോലെ ആയാലും, ഭ്രാന്തനെ പോലെ ആയാലും, ഉന്മത്തനെ പോലെയോ ബാലനെ പോലെയോ പിശാചനെ പോലെയോ ആയാലും അവ മുക്തൻ തന്നെയാണ്. അവനേത് ഭാവത്തിലും പുറമെ വ്യവഹരിക്കാം. അതാണ് പറയുന്നത്, സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സ യോഗി മയി വർത്തത്തെ. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സ യോഗി മയി വർത്തത്തെ. യഹ, യാതൊരാൾ, സർവഭൂതസ്ഥിതം മാം, സർവഭൂതങ്ങളിലും നിലകൊള്ളുന്ന എന്നെ. നമ്മൾ കഴിഞ്ഞ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, തൻ്റെ മുൻധാരണകളിലും നിശ്ചയങ്ങളിലും അത് എത്ര സന്തോഷം തരുന്നതായാലും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വേദാന്ത സൗധത്തിലേക്ക് കയറാൻ പറ്റില്ല. അല്ല, വേദാന്ത സൗധത്തിലേക്ക് കയറുകയാണോ പലതും മാറ്റേണ്ടി വരും. ആരെങ്കിലും നിർബന്ധിച്ചോ? ഇല്ലല്ലോ. അതാണ് ലളിതമായ ചോദ്യം. ഞാനൊരിക്കലും ഒരു ഓഫീസിൽ പോവുകയാണ്. അവിടെ വലിയ പരിശോധനകളുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ. അപ്പോൾ നമ്മൾ കൂടെ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഗേറ്റ് കടന്ന് അകത്തേക്കെത്തിയപ്പോൾ ഒരു പരിശോധനയിൽ അവർ ഇയാളെ പോക്കറ്റിൽ നിന്ന് തീപ്പെട്ടി, 5-6 ബീഡി ഒക്കെ എടുത്തു, എല്ലാം എടുത്തു. പിന്നെ ഒരു പേഴ്സുണ്ട്, ഒക്കെ എടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടും. അപ്പോൾ തിരിച്ചു പോകാൻ വഴിക്കല്ല, വേറെ വഴിക്കാണ്. പക്ഷെ അവിടെ കിട്ടിക്കോളും, അത് കുഴപ്പമില്ല. അത് ബോക്സിൽ വെച്ച് ആ ബോക്സിൻ്റെ നമ്പർ ഇയാൾക്ക് കൊടുത്ത് ശരി.
അത് കഴിഞ്ഞ് പരിശോധനയും പൊല്ലാപ്പൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ വീണ്ടും പരിശോധന ഉണ്ട്. അതൊരു കഠിനമായ പരിശോധനയാണ്. നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇയാളുടെ പാൻസിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് 2-3 പീടി. ഇത് മറ്റേ സ്കാനറിലൊന്നും കിട്ടിയിട്ടില്ല, ഒരു സ്കാനറിലും കിട്ടിയില്ല. അത് അവരോട് ഇയാൾക്ക് വലിയ സങ്കടമായി അത് പോയത്. കാരണം എന്തെങ്കിലും കാരണവശാൽ മറ്റത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എന്നുള്ള നിലയ്ക്ക് ഒരു സമാധാനത്തിന് ശാന്തിക്ക് വേണ്ടി വെച്ചതാണത്. അതും പിടിച്ചു അവർ. ഇയാൾക്ക് വലിയ പരിഭ്രമായി പാവം. അതൊക്കെ ഒഴിവാക്കിയാലേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. അല്ലേ കയറണ്ട. ആരെങ്കിലും വിളിച്ചോ? അവിടുത്തെ മുഖ്യ കാര്യകർത്താവ് നിങ്ങളെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ അയാളെ കാണാൻ അങ്ങോട്ട് പോവല്ലേ. എല്ലാം ഊരി വെക്കണം. നേരം പോക്ക് അതല്ല. നേരം പോക്ക് തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ഇതടക്കം അയാൾക്ക് കിട്ടി. അപ്പോൾ അയാൾക്കവിടെ പോയതിന് വല്ല പ്രയോജനം ഉണ്ടായോ? ആദ്യം എന്തൊക്കെ അഴിച്ചു വെച്ചോ അതൊക്കെ രണ്ടാമതും എടുത്ത് കിട്ടു. ഇവിടെ ഉള്ളവരെ കൊണ്ടല്ല അത് പറയണം കേട്ടോ. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഇവിടെ വരുമ്പോൾ കുറച്ചൊക്കെ അഴിച്ച് വെച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അതൊക്കെ ഇട്ടിട്ടേ പിന്നെ പോകുള്ളൂ വീട്ടിലേക്ക്. പിന്നെ എന്തിനാ വന്നിരുന്നത്? എന്തിനാ സമയം പോക്കിയത്? ഇവിടുന്ന് എന്തൊക്കെ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെ തിരിച്ചിട്ടിട്ടേ പോകുള്ളൂ. അതുകൊണ്ടുള്ള കാലം മുഴുവൻ നമുക്ക് വേദാന്തം പഠിക്കാം. അതുകൊണ്ട് ആശ്രമത്തിനും ഗുണം, നിങ്ങൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കും, വല്ല ദക്ഷിണയും തന്നുകൊണ്ടിരിക്കും. അല്ലാതെ നിങ്ങൾ ഒറ്റ പ്രാവശ്യമല്ലേ വരുള്ളൂ. പ്രൊഫഷണൽ കേൾവിക്കാർ. ചിലപ്പോൾ സങ്കടം തോന്നും. ചിലർ പറയും, സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ പറയാ, സ്വാമിജി ഞാൻ തുടക്കം തൊട്ട് സ്വാമിയുടെ ക്ലാസ്സിന് കേൾക്കുന്നുണ്ടെന്ന്. ഇതൊരു സങ്കടമാണെന്നില്ല അത് കേട്ടാൽ. വലിയ സങ്കടമാണ്. അവരൊരു പ്രശംസയായിട്ടാണ് പറയണത്. അത് കേൾക്കുമ്പോൾ ഒരു ഉള്ളിലൊരു വലിയൊരു വിങ്ങലാണ്. ചിന്തിക്കുക. ശരി. അപ്പോ സർവഭൂതസ്ഥിതമായിരിക്കുന്ന തന്നെ. അപ്പോൾ ഇതിനു മുമ്പ് എവിടെ കണ്ടു? ഭഗവാനെ വിഗ്രഹങ്ങളിൽ കണ്ടു, നാമങ്ങളിൽ കണ്ടു, ചിത്രങ്ങളിൽ കണ്ടു, വൈകുണ്ഠത്ത് കണ്ടു, കൈലാസത്ത് കണ്ടു. ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം അതൊക്കെ ഉപേക്ഷിക്കണം. ഒക്കെ മാറി. സ്വപ്നത്ത് കണ്ടു, പലതിലും. അതെല്ലാം മാറ്റി. കുറച്ച് വിഷമാണ് അതൊക്കെ മാറ്റുക പറഞ്ഞാൽ. ഇതിപ്പോൾ സർവഭൂതസ്ഥിതനായിട്ട് കണ്ടു, സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഉണ്മയായിട്ട് കണ്ടു. അങ്ങനെ ഭജിക്കുന്നുവോ? ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത് സർവശബ്ദം ബഹുത്വ സൂചകമാണ്. അപ്പൊ സർവഭൂതസ്ഥിതം എന്നുള്ളത് ഏകവചനമാണെങ്കിലും സർവഭൂതങ്ങളിലും കുടികൊള്ളുന്ന എന്നെ എന്നാണ്. അപ്പോൾ അവിടെ ബഹുത്വമുണ്ട്. സർവഭൂതങ്ങളിലും കുടികൊള്ളുന്ന എന്നെ എങ്ങനെ ഭജിക്കണം? ഏകത്വമസ്ഥിത, ഏകത്വത്തെ ആശ്രയിച്ച് ഭജിക്കുന്നു. പല ആകൃതിയിലുള്ള സ്വർണ്ണാഭരണങ്ങളിലൊക്കെയും സ്വർണത്തെ കാണുന്നു. സ്വർണമാണെന്ന നിലയ്ക്ക് അതിനെ സ്വീകരിക്കുന്നു. സർവചരാചരങ്ങളിലും ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എല്ലാം വിഷമമാണ്. ഒന്നുപോലെ മറ്റൊന്നില്ല. ഒരാളെപ്പോലെ വേറൊരാളില്ല. ഒരു ജന്തുവെ പോലെ വേറൊരു ജന്തുവില്ല. ഒരു സമാജത്തെ പോലെ വേറൊരു സമാജമില്ല. ശരിയല്ലേ? എല്ലാത്തിനും അതിൻ്റെ വ്യതിരിക്ത ഭാവമാണ്. അങ്ങനെ ബഹുവായിരിക്കുന്ന, വിഷമമായിരിക്കുന്ന, സകലത്തിലും കുടികൊള്ളുന്ന ഏകത്വത്തെ ദർശിച്ച് ആ ഏകത്വത്തിൽ ഉറച്ചു സേവിക്കുന്നു. അതാണ് ദർശനം. അവിടെയാണ് ദർശനം. ഏകത്വത്തിൽ നിലകൊണ്ട് ബഹുവെ സേവിക്കുന്നു. ബഹുവെ കാണുന്നുണ്ട്. കാരണം സർവഭൂതസ്ഥിതമാണ്. കഴുതയിൽ നിലകൊള്ളുന്ന ഭഗവാനെയും, പൂച്ചയിൽ നിലകൊള്ളുന്ന ഭഗവാനെയും, പണ്ഡിതനിൽ നിലകൊള്ളുന്ന ഭഗവാനെയും, ആണിൽ നിലകൊള്ളുന്ന ഭഗവാനെയും, പെണ്ണിൽ നിലകൊള്ളുന്ന ഭഗവാനെയും കാണുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ പുല്ല് കൊടുത്തിട്ട് കഴുതയിൽ നിലകൊള്ളുന്ന ഭഗവാനെ സേവിക്കുമ്പോൾ ഇവിടെ വിദ്വാനിൽ നിലകൊള്ളുന്ന ഭഗവാനെ പുല്ല് കൊടുത്തിട്ടാണോ സേവിക്കുക? അല്ല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരേ സമയത്ത് ആ ബഹുത്വഭാവവും ആ ബഹുത്വത്തിൽ കൂടിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന ഏകത്വഭാവവും ഒരുപോലെ ദർശിക്കുന്നുണ്ട്. അവൻ ഏകത്വത്തിൽ ഉറച്ചവനാണ്. ഉപാധിഭേദം അനുസരിച്ച് അവൻ വ്യവഹരിക്കുന്നു. അവൻ സേവിക്കുന്നതെല്ലാം ഒരേ ചൈതന്യത്തെയാണ്. അതെ, ശ്രദ്ധിക്കുക. നോക്കൂ, അതാണ് പരമമായ യോഗദർശനത്തിൻ്റെ പരാകാഷ്ഠ ഫലം, ആത്മൈകത്വ ദർശനം. ശ്രദ്ധിക്കുക. സർവഭൂതസ്ഥിതം മാം യഹ ഭജതി, ഭജതി ഭജു സേവായാം എന്നാണ് ധാതു, സേവിക്കുന്നു. അപ്പൊ സേവിക്കുന്നു പറയുമ്പോൾ ഓരോന്നിനും അതിൻ്റെ ഭാവത്തിലാണ്. അമ്മയെ സേവിക്കേണ്ട പോലെയല്ല അച്ഛനെ സേവിക്കേണ്ടത്. അതെ, അതില്ലാന്നോ? എവിടെ? വ്യാവഹാരികം പോലും ഇല്ല എന്നുള്ള തലമല്ല ഇത്. ഇവിടെ പഠിക്കുമ്പോൾ ഇത് പഠിക്കുക. ശാസ്ത്രം ഇനി എത്ര കിടക്കണോ? അതൊക്കെ ഇപ്പൊ ഇവിടത്തേക്ക് സമന്വയിപ്പിച്ചാൽ പിന്നെ 7-ാം അധ്യായം വേണ്ടേ, 8 വേണ്ടേ, 9 വേണ്ടേ, അങ്ങനെ പോണ്ടേ? ഇതിപ്പോ 6-ൽ പഠിക്കുമ്പോൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുക, അങ്ങനെയല്ലേ? അപ്പോ 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 ഏകത്വമാസ്ഥിത, ഏകത്വത്തിൽ ഉറച്ചുകൊണ്ട് ബഹുവായിരിക്കുന്ന സകലത്തെയും കണ്ട് സേവിക്കുന്നു, ഭഗവാനെ സേവിക്കുന്നു, അനന്യതയാ സേവിക്കുന്നു. അവൻ സർവഥാ വർത്തമാനോപി, എങ്ങനെ വർത്തിച്ചാലും, സർവഥാ സർവപ്രകാരത്തിലും വർത്തിച്ചാലും, അവൻ മൂഢനായിട്ടോ ഭ്രാന്തനായിട്ടോ ഉന്മത്തനായിട്ടോ ആണായിട്ടോ പെണ്ണായിട്ടോ പണ്ഡിതനായിട്ടോ പാമരനായിട്ടോ ഏതെല്ലാം രീതിയിൽ പുറമെ വർത്തിച്ചാലും സയോഗി മയി വർത്തതേ, അവൻ എന്നിലാണ് വർത്തിക്കുന്നത്. അവൻ എന്നിലാണ് വർത്തിക്കുന്നത്. കാരണം അവൻ അന്യദൃഷ്ടി ഇല്ല. നോക്കൂ, ഭാഷ്യം തന്നെ തുടങ്ങണം. അത് മനസ്സിലായി. ആ, ഏതത് പൂർവശ്ലോകാർത്ഥം സമ്യക് ദർശനം അനുദ്യ തദ്ഫലം മോക്ഷഃ അഭിധീയതേ. സർവഥാ സർവപ്രകാരൈഃ വർത്തമാനഃ അപി സമ്യക് ദർശി യോഗി മയി വൈഷ്ണവേ പരമേ പദേ വർത്തത്തെ. നിത്യമുക്ത ഏവ സഹ ന മോക്ഷം പ്രതി കേനചിത് പ്രതിബദ്ധ്യതേ ഇത്യർത്ഥഃ. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥത്തെ എടുത്തിട്ട് അതിനെ പിന്തുടർന്നിട്ട് പറയുകയാണ്. എന്താ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്?
യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി. അതാണ്, സർവത്തിനെയും എന്നിൽ കാണുന്നു, എന്നെ സർവത്തിലും കാണുന്നു. ആ ഒരു ദർശനം തന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് പറയുകയാണ് സർവഭൂതസ്ഥിതം യോമാം ഭജത്യേകത്വമാസ്ഥിത. സർവഭൂതങ്ങളിലും നിലകൊള്ളുന്ന എന്നെ ഏകത്വത്തെ ആശ്രയിച്ച് ആര് സേവിക്കുന്നുവോ അയാൾ സർവധാ വർത്തമാനോപി, സർവധാ സർവപ്രകാരൈഹി വർത്തമാനഹാപി, എങ്ങനെ ഏത് പ്രകാരത്തിൽ വർത്തിച്ചാലും സമ്യക് ദർശി യോഗി, ആ സമ്യക് ദർശിയായ യോഗി മയി വർത്തതേ, മയി വൈഷ്ണവേ പദേ, വൈഷ്ണവമായ വിഷ്ണു സ്വരൂപത്തിൽ വർത്തിക്കുന്നു. നിത്യമുക്തയേവ, അവൻ നിത്യമുക്തനാണ്. അവന് മോക്ഷം പ്രതി ഒരു പ്രതിബന്ധവും ഇല്ല, അവൻ മുക്തനാണ്. ഇതാണ് യോഗത്തിൻ്റെ പരമാവധി. അവിടെ ഭാഷ്യത്തിൽ ഒരു ഭാഗം ശ്ലോകാർത്ഥം വിട്ടുപോയതായ ഒരു ലക്ഷണമുണ്ട്. വേറെ ഒരു പുസ്തകം കൂടി നോക്കണം അവിടെ. ഗീതാപ്രസ്സിലൊന്നും അതില്ല, ഗീതാപ്രസ്സിലില്ല. ഇത് വായിച്ചു തന്നെയേ ഗീതാപ്രസ്സിലുള്ളൂ. കാരണം ഭാഷ്യകാരൻ്റെ ശൈലി ഒരു വാക്ക് പോലും വിടാത്തതാണ്, ഒരു വാക്ക് പോലും വിടില്ല. അതാണ് ഭാഷ്യകാരൻ്റെ ശൈലി. കിഞ്ചന്യത് മാത്രമല്ല, ഇനിയും പറയാം. ഇനി എന്താണ്? ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യദി വാ ദുഃഖം സ യോഗി പരമോ മതഃ. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യദി വാ ദുഃഖം സ യോഗി പരമോ മതഃ. ആ യോഗിയാണ് ഏറ്റവും വലിയ യോഗി, പരമഹായോഗി. അപ്പം നമ്മളോട് ഏറ്റവും വലിയ യോഗി ആരാന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഒറ്റക്കാലിൽ 3 ദിവസം നിൽക്കുന്നവൻ, അല്ലെങ്കിൽ തലകുത്തി 2 ദിവസം നിൽക്കുന്നവൻ, ഇതൊക്കെയല്ലേ നമ്മൾ വലിയ യോഗിയാന്ന് പറയും, അല്ല? അല്ലെങ്കിൽ ശരീരത്തെ അനേകം മടക്കായി മടക്കി ഉരുട്ടിക്കൂട്ടി വയ്ക്കുന്നവൻ, ഇതൊക്കെയാണ് യോഗി നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞു, അതൊക്കെ വേണം, അതൊക്കെ യോഗം. പക്ഷേ പരമമായ യോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. പിന്നെ എന്താണ് പരമമായ യോഗം? ആരാണ് പരമയോഗി? ഭഗവാൻ പറയുകയാണ് ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയഃ. ആരാണോ തന്നോട് ഉപമിക്കും വിധം സർവത്തെയും കാണുന്നത്, താൻ തന്നെയെല്ലാം എന്ന് കാണുന്നത്. പൊതുവെ നമ്മൾ ലോകവ്യവഹാരത്തിൽ തീരെ ചെയ്യാത്തതാണിത്. നമ്മൾ മറ്റുള്ളവരെയാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക. അവനെ കണ്ട അന്ന പോലെ ഉണ്ട്, അവൾ ഇന്ന പോലെയാണ്, ഇല്ലേ? അങ്ങനെയല്ലേ? തന്നെ ആരോടെങ്കിലും അങ്ങനെ ഉപമിക്ക പൊതുവെ ഉണ്ടോ? ഇപ്പം എന്താ അഭിപ്രായം? അതുണ്ടാവില്ല, അതില്ല. നീ എന്താ അവനെ പോലെ പഠിക്കാത്തത്? നീ എന്താ അവളെ പോലെ പഠിക്കാത്തത് എന്നൊക്കെയാ ചോദിക്കുക. അച്ഛൻ്റെ അമ്മേൻ്റെ മെയിൻ പരിപാടി അത് തന്നെയാണ്, മറ്റുള്ളവരെ മക്കളുമായിട്ട് തുലനം ചെയ്ത് പറയും. ഇവിടെ ഞാൻ തന്നെയാകുന്നു അത്. ആത്മാവ് ഉപമീയതേ, അതാണ്. ആത്മാവ് ഉപമിക്കപ്പെടുകയാണ്. ആരോട്? എല്ലാത്തിനോടും. ഞാൻ തന്നെയാണ് എല്ലാം എന്ന കാഴ്ചപ്പാടിൽ തന്നെ എല്ലാത്തിലും ദർശിച്ചുകൊണ്ട് സുഖം യതിവാ ദുഃഖം, എപ്പോ? സുഖത്തിലാവട്ടെ ദുഃഖത്തിലാവട്ടെ, സുഖമാവട്ടെ ദുഃഖമാകട്ടെ, മാനമാകട്ടെ അപമാനമാകട്ടെ, ശീതമാകട്ടെ ഉഷ്ണമാകട്ടെ, പൂജമാകട്ടെ പരിഭവമാകട്ടെ, അനുകൂല പ്രതികൂലങ്ങൾ ഏത് വേണമെങ്കിൽ മാറി വരട്ടെ, ഒരു ഭേദവുമില്ലാതെ സമദർശിയായിരിക്കുന്നവൻ, അവനാണ് പരമഹായോഗി എന്ന് അഭിപ്രായം. ആരുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം, ഭഗവാന്റെ അഭിപ്രായം. ഭഗവാന്റെ അഭിപ്രായം പരമോഹമത. ഇതാണ് ഋഷിമാരുടെ അഭിപ്രായം.
ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം. തൻ്റെ അഭിപ്രായം ആയതുകൊണ്ട് പറയുന്നു. ശരി. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം